സ്തോത്രം. സകല മാനവും മഹത്വവും തിരുസയിൽ തന്നുകൊണ്ട് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാം അവിടുത്തെ നാമമഹത്വത്തിനായിട്ട്, എല്ലാം അവിടുത്തെ നാമമഹത്വത്തിനായിട്ട് താഴ്ത്തുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടല്ലോ, അവിടുന്ന് അനുഗ്രഹിച്ചാട്ട്. കർത്താവേ സ്തോത്രം. അവിടുത്തെ സന്നിധിയിൽ കർത്താവെ അവിടുത്തെ അവിടുത്തെ പാദത്തെ ചുംബിച്ചുകൊണ്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. എന്റെ ദൈവം ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ സ്തോത്രം, ഞങ്ങളോട് കരുണ കാണിപ്പാൻ പോകുന്നതിനാൽ സ്തോത്രം. എല്ലാ നാമവും മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തു മാത്രം അപേക്ഷിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു മാസത്തോളം നമ്മുടെ ആൻഷിനും മോനും അക്സമോളും വെക്കേഷനുള്ള ബന്ധത്തിൽ നാട്ടിലായിരുന്നു. പ്രിയ കുഞ്ഞുങ്ങൾ മടങ്ങി വന്നു. ഇന്ന് നമ്മുടെ കൊയർ ലീഡ് ചെയ്യുന്നതായിരിക്കും. പ്രിയ കുഞ്ഞുങ്ങളെ അതിനായി ക്ഷണിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. Praise the Lord. ോ
ആമേൻ. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മേഴ്സി മനോജാണ് പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവരും ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്. ദൈവത്തിന്റെ ആത്മാവ് കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. ഈ രാവിലെ സമയം പരിശുദ്ധാത്മാവ് തുടർന്നും നമ്മുടെ ശുശ്രൂഷയിൽ ഈ ക്ലാസ് അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയ മേഴ്സി അവൈലബിൾ ആണെങ്കിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, ഇന്നലെ രാവിലെ സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തിരുവചനവുമായി ഞങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് സഹായിച്ചത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞാൾ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനപ്രകാരം നിലനിൽപ്പാൻ ഞങ്ങളെ വേണ്ടി സഹായിക്കണമേ. ഒരു പുനരുത്ഥാനത്തിന്റെ ശക്തി ഞങ്ങളുടെ മേലുള്ളത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഭൗമികമായ നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ഒരു ശരീരം കർത്താവ് ഞങ്ങൾക്ക് നൽകുവാൻ പോകുന്നത് ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, തിരുവചനത്തിന്റെ നിവൃത്തിക്കൊത്തവണ്ണം അതേ അനുസരിച്ച് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. കേൾക്കുന്നവരായിരിക്കാനല്ല, ആ വചനം പ്രമാണിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളുടെ ഭൃത്യനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ശരീരമായ ക്ഷീണങ്ങൾ ഉണ്ടല്ലോ, അതിന്മേൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ദാസന്റെ മേൽ പകർന്ന് ദൈവജനത്തിന് അനുഗ്രഹമായി കർത്താവിന്റെ വചനം പഠിപ്പിപ്പാൻ കർത്താവ് സഹായിക്കണമേ. ഓരോ വ്യക്തികളെ സ്വർഗ്ഗം അതിനായി ഒരുക്കണം. പ്രാർത്ഥനയോട് സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. തുടർന്ന് പ്രിയ ആൻസ്റ്റോ ഒരു പാട്ടുകൂടെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തും. നമുക്ക് ചേർന്ന് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ജീസസ്. Praise the Lord. പരിശുദ്ധനാം നാഥനേ
ഹല്ലേലൂയ. ഈ മറുയാത്രയിൽ ദൈവത്തിന്റെ കൃപയാണ് നമുക്ക് ആവശ്യം. കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ട് നമുക്ക് കേൾക്കുവാൻ ഇടയായല്ലോ. പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ 2-3 ആഴ്ചയായിട്ട് നമ്മൾ പഠിച്ചു വന്നത് വിശുദ്ധന്മാരുടെ മരണം, വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം, ദുഷ്ടന്മാരുടെ പുനരുത്ഥാനം, ഇവയെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കുവാനിടയായത്. ഇതൊരു സാധാരണ ഒരു ബൈബിൾ ക്ലാസ് അല്ലല്ലോ, ഇതൊരു പ്രാക്ടിക്കൽ മിനിസ്ട്രി കൂടാണ്. അതായത് തിയറി ആദ്യം പറഞ്ഞിട്ട് പ്രായോഗിക വശങ്ങളും പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ആണിത്. സ്തോത്രം. കർത്താവിന്റെ വേലയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ കർത്താവിന്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്ന കർത്താവിന്റെ ദാസന്മാർക്ക് ശുശ്രൂഷയ്ക്ക് ഒരു കൈത്താങ്ങലായിട്ട് അവരെ പ്രായോഗികമായി അവർക്ക് പരിശീലനം നൽകുവാൻ ഈ ക്ലാസ് പ്രയോജനപ്പെടുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്തോത്രം, ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിന്റെ ഫ്യൂണറൽ സെർമണി, ശവസംസ്കാര ശുശ്രൂഷ എങ്ങനെ നടത്തണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ പ്രായോഗിക വശങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. സ്തോത്രം. പുറകോട്ട് നോക്കിയാല് സ്നാനത്തെക്കുറിച്ചും ശിശുപ്രതിഷ്ഠയെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഒക്കെ ഇവിടെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കിട്ടുവാനിടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് ഈ വിഷയമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. കർത്താവിനെ വിളിച്ചാൽ അടുത്ത ക്ലാസ്സില് ആണ്ടവസാന മീറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ് ആയിരിക്കും എടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇനി ശ്രദ്ധിക്കണം, എല്ലാ ദൈവമക്കളും വളരെ വിവേകത്തോടും പരിജ്ഞാനത്തോടും കൂടെ ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ് ശവസംസ്കാര ശുശ്രൂഷ. എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്ന ഒരു മിനിസ്ട്രി അല്ല, വളരെ പരിജ്ഞാനത്തോടെ. കുറെ നാളുകൾക്ക് മുമ്പ് ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിക്കാനിടയായി തീർന്നു, എനിക്കൊരു പാസ്റ്റർ ഓർഡിനേഷൻ തരാമോ എന്ന് ചോദിച്ചു. കുറെ നാൾക്ക് മുമ്പാണ്. എന്നാലും ഞാൻ അദ്ദേഹത്തോട് 2-3 കാര്യങ്ങൾ ചോദിച്ചു. വിവാഹം നടത്താൻ അറിയാമോ? പുള്ളി പറഞ്ഞ അറിയത്തില്ല. ശവസംസ്കാര ശുശ്രൂഷ ചെയ്യാൻ അറിയാമോ? അതറിയത്തില്ല. അങ്ങനെ ദൈവസഭ ചെയ്യുന്ന പല ശുശ്രൂഷകൾ ഞാൻ എടുത്തെടുത്ത് ചോദിച്ചപ്പോൾ അതൊന്നും അറിയത്തില്ല. അദ്ദേഹത്തെ എല്ലാവരും പാസ്റ്റർ എന്ന് വിളിക്കണോ, അതിനൊരു ഓർഡിനേഷൻ വേണമെന്ന്.
ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റിയല്ല. വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരാളെ ഡ്രൈവർ എന്ന് വിളിക്കാൻ പറ്റൂ? LLBക്ക് പോകാത്ത ഒരാളെ വക്കീലെന്ന് പറയാൻ പറ്റൂ? അധ്യാപകനല്ലാത്ത ഒരാളെ അധ്യാപകൻ എന്ന് പറയാൻ പറ്റൂ? നമ്മൾ മനസ്സിലാക്കണം, അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് വ്യക്തികളോട് ആരോടും പണക്കില്ല. അന്നേരം ശുശ്രൂഷകളൊക്കെ ചെയ്യാനുള്ളതായ പ്രാപ്തി നമുക്ക് ഉണ്ടാകണം. അതിനെന്ത് ചെയ്യണം? അത് പഠിക്കണം. ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല ആത്മീയ ശുശ്രൂഷകൾ, അത് ദൈവം തരുന്നതാണ്. ശുശ്രൂഷയുടെ പ്രാഗൽഭ്യം ദൈവം തരുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. വളരെയധികം വിവേകത്തോടും പരിജ്ഞാനത്തോടും കൂടെ ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ് ശവസംസ്കാര ശുശ്രൂഷ. സ്തോത്രം. ദൈവസഭ ഈ ശുശ്രൂഷ 2 ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ചിരിക്കും. നിങ്ങൾ ആരും പേടിക്കണ്ട. ഇവിടെ ശവമടക്കം നടത്തുമല്ല, ഇന്ന് പ്രായോഗിക പരിശീലനം നടത്തുക. സ്തോത്രം. ദൈവസഭ ഇത് 2 ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. സ്തോത്രം. പ്രത്യേകിച്ച് നമ്മുടെ സെമിനാരിൽ പഠിക്കുന്ന ചിലർക്ക് ഇതിനകത്തുണ്ട്. ദൈവം അവർക്ക് അത് പ്രയോജനമാക്കി തീർക്കട്ടെ. ഒന്ന്, ഭവനത്തിലെ ശുശ്രൂഷ. 2, സെമിത്തേരിയിലെ ശുശ്രൂഷ. അന്നേരം ഫ്യൂണറൽ സെർമണിക്ക് 2 വിധ ശുശ്രൂഷയാണുള്ളത്. ഒന്ന്, ഭവനത്തിൽ വെച്ച് നടത്തുന്ന ശുശ്രൂഷ. 2, സെമിത്തേരിയിൽ വെച്ച് നടത്തുന്ന ശുശ്രൂഷ. മാത്രമല്ല, മരണ വീട്ടിൽ നടത്തുന്ന പ്രസംഗങ്ങൾ പരിജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ ആയിരിക്കണം. വളരെ വേദനയിലും ദുഃഖത്തിലും ഭാരത്തിലും ഒക്കെ ഇരിക്കുമ്പോൾ ഓടി ചെന്ന് കർത്താവേ പ്രൈസ് ദി ലോർഡ്, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ആ വീട്ടുകാർക്ക് വേദനയാ. വീട്ടുകാർക്ക് നല്ല സമയമാണോ? ഈ ദുഃഖവേളയിൽ നിങ്ങളോടുകൂടെ ആയിരിക്കാൻ ദൈവം അവസരം തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു എന്ന് പറയണം. അല്ലാതെ നല്ല സമയം മനസ്സിലായോ? നമ്മൾ വളരെ ജ്ഞാനത്തോടുകൂടെ ശുശ്രൂഷിക്കേണ്ട, പറയേണ്ട കാര്യങ്ങൾ ആ ദിവസം ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഒരു മരണ വീട്ടിൽ പല മതക്കാരും വരും. ക്രിസ്ത്യാനികൾ തന്നെ ആയിരിക്കണമെന്നില്ല. ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ മുസ്ലിം നിന്ന് കടന്നു വരുന്നവർ കാണും, ഡെഡ് ബോഡി കാണാൻ. ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവർ കാണും. മറ്റു ഇതര വിശ്വാസ സമൂഹത്തിൽപ്പെട്ടവര് വന്നെന്ന് വരും. മനസ്സിലായോ? അന്നേരം ഓരോരുത്തർക്ക് അവരുടേതായ വിശ്വാസങ്ങളാണ്. എന്നാൽ എല്ലാവരും ഉണ്ടല്ലോ, അതുകൊണ്ട് നല്ല 2 കാച്ചു കൊടുത്തേക്കാം എന്നുള്ള നിലയിൽ സ്തോത്രം മനുഷ്യനെ മുറിവേൽപ്പിച്ച് പ്രസംഗിക്കാനുള്ള അവസരമല്ല ശവസംസ്കാര ശുശ്രൂഷ സമയം എന്നുള്ളത്. ആരെ മുറിവേൽപ്പിക്കാനുള്ളതല്ല. മനസ്സിലായോ? 2, ആരുടെയും ആചാര അനുഷ്ഠാനങ്ങളെ തരം താഴ്ത്തി പ്രസംഗിക്കാനുമുള്ളതല്ല. എന്നാൽ തിരുവചന സത്യങ്ങൾ നമ്മൾ തുറന്നു പറയണം. നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം നമുക്ക് വളരെ അസന്നിഗ്ധമായിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് ബുദ്ധമതക്കാരിങ്ങനാണ്, ഇസ്ലാം മതക്കാരിങ്ങനാണ്, ഹിന്ദു മതക്കാരിങ്ങനാണ് എന്നൊന്നും പറഞ്ഞ് അവിടുള്ളത് ആ ഡെഡ് ബോഡി കാണാൻ വന്നിരിക്കുന്നവരെ ഡീഗ്രേഡ് ചെയ്ത് ഒരു വാക്ക് പോലും പറയാൻ പാടില്ല. റെസ്പെക്ട് ഓൾ റിലിജിയൻസ്. മനസ്സിലായോ? നമ്മുടെ വിശ്വാസ പ്രമാണം നമുക്ക് പറയുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സ്തോത്രം. അല്പം അറിവ് വെച്ച് നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. സ്തോത്രം. എനിക്കറിയാം, ഇന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഈ ശുശ്രൂഷയാണ് നടക്കുന്നത്, അതുകൊണ്ട് ഇന്ന് പലരും കയറാൻ. പലർക്കും ഇതൊക്കെ പേടിയാ.
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് പേടിയാണ്. അതുകൊണ്ട് പലരും വരത്തില്ല. പേടിച്ചാലും പേടിച്ചില്ലെങ്കിലും ഒരു ദിവസം നമ്മൾ ഇവിടെ വിട്ടു പോയി വെക്കും. സ്തോത്രം. അല്പം അറിവ് വെച്ച് വിവരക്കേട് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. മനസ്സിലായോ? നന്നായി അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവൂ. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് പായിപ്പാടിനടുത്തൊരു മരണ ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ അവിടെ ഒരാൾ പ്രസംഗിക്കുന്നത് ഇന്നും എൻ്റെ കാതിലുണ്ട്. ഒരു പ്രായമുള്ള അപ്പച്ചൻ മരിച്ചപ്പോൾ ഒരാൾ പറയുക, ഈ അച്ചായൻ അടുത്ത ജന്മത്തിൽ ആരാകുമെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. മനസ്സിലായോ? ഞാൻ ഞെട്ടിപ്പോയി. അന്നേരം ഇതുവരെയും അദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ അന്നേരം പെട്ടെന്നൊന്ന് ചിന്തിച്ചു. അടുത്ത ജന്മം, നമുക്കൊരു മരണമേ ഉള്ളൂ, നമുക്കൊരു പുനരുത്ഥാനമേ ഉള്ളൂ, അല്ലേ? വീണ്ടും കറങ്ങി തിരിഞ്ഞ് എന്തെങ്കിലും ആകുന്ന പരിപാടിയൊന്നും നമുക്ക് ഇല്ല. സ്തോത്രം. അന്നേരം അത് വളരെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഭവനത്തിലെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കാം. ആരെപ്പോൾ എങ്ങനെ എവിടെ വെച്ച് മരിക്കുമെന്നൊന്നും ആർക്കും അറിയത്തില്ല. മരണവാർത്ത അറിഞ്ഞാൽ ഉടൻ ശുശ്രൂഷകൻ സഭയായി, ദൈവമക്കളെ സഭയായി അവിടെ എത്തണം. ഇവിടെ സഭാ ശുശ്രൂഷന്മാർ ഇതിനകത്തുണ്ട്, സഭാ ശുശ്രൂഷന്മാരാകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അന്നേരം ഒരു മരണം നമ്മുടെ സഭയിൽ നടന്നാൽ, അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടിടത്ത് നടക്കുമ്പോൾ എന്ത് ചെയ്യണം? മരണവാർത്ത അറിഞ്ഞാൽ ഉടൻ ശുശ്രൂഷകൻ സഭയായി അവിടെ എത്തണം. ദുഃഖത്തിലായിരിക്കുന്നവരെ കണ്ട് ആശ്വാസത്തിനായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കിപ്പം ഇന്ന് രാവിലെ ഞാൻ തെങ്ങിന് തടവെടുത്തുകൊണ്ടിരിക്കുക, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം, അല്ലെങ്കിൽ ഉച്ചക്കത്തെ ലഞ്ച് കഴിഞ്ഞിട്ട് പോകാം എന്നൊരു ശുശ്രൂഷകൻ ചിന്തിക്കുന്നത് ശരിയല്ല. മരണവാർത്ത അറിഞ്ഞാൽ ഉടൻ ദൈവദാസനും ദൈവമക്കളും ആ വീട്ടിൽ ചെല്ലണം. അപ്രതീക്ഷിതമായി ഉണ്ടായ പ്രതിസന്ധിയിൽ അവരോടൊത്ത് പ്രാർത്ഥിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു കടമ സഭാ ശുശ്രൂഷകനുണ്ട്. ആശ്വാസ വചനങ്ങൾ പറയണം. തുടർന്ന് ഫ്യൂണറൽ സെറമണിയെ പറ്റിയുള്ള കാര്യങ്ങൾ പാസ്റ്റർ ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിക്കാതെ കുടുംബാംഗങ്ങളുമായി കാര്യങ്ങൾ ആലോചിച്ച് സഭാപ്രതിനിധികളുമായി ഒരു ധാരണയിലെത്തണം. കാരണം ഒരു ഫ്യൂണറൽ സെറമണി നടക്കണമെങ്കിൽ അന്നേരം ആ ഭവനത്തിലുള്ളവരുടെ പെർമിഷൻ വേണം. ആരാണ്, എങ്ങനാണ്, എന്താണെന്നൊക്കെ അങ്ങോട്ട് മനസ്സിലായി. നമ്മൾ ആരെ വിളിക്കണം, സമയം, ഇതെല്ലാം കൂടി ആലോചിക്കണം. ദൈവസഭയുടെ പ്രധാനപ്പെട്ട ആളുകളും അതിനകത്ത് ഇൻവോൾവ് ആകണം. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? ഒരു ധാരണയിലെത്താൻ. ചിലപ്പോൾ മരിച്ച ഉടനെ അടക്കമൊന്നും നടക്കുകയില്ല. ചിലപ്പോൾ മോർച്ചറിയിലായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദേശത്തോ അല്ലെങ്കിൽ മറ്റെവിടെ ഇതൊക്കെ ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ശുശ്രൂഷ നടക്കുന്ന ദിവസം വരെ വൈകിട്ട് ആ വീട്ടിൽ ഒരു പ്രാർത്ഥന ക്രമീകരിക്കുന്നത് ഉചിതമായിരിക്കും. മനസ്സിലായോ? പകലൊക്കെ ആളുകൾ വരും, എന്നാൽ വൈകിട്ടെങ്കിലും അതിന്റെ സന്ദർഭം നോക്കി ഒരു കൂട്ടായ്മ വെക്കുന്നത് ആ വീടിന് ഒരു ആശ്വാസമായിരിക്കും. നമുക്ക് ആരും ഇല്ലാത്തവരല്ല, നമുക്ക് ദൈവദാസന്മാരുണ്ട്, നമുക്ക് സഭയുണ്ട്. അത് മറ്റുള്ളവർ അറിയുകയും ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. അന്നേരം ആ കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും അടുത്തത്, ഫ്യൂണറൽ സെറമണിയുടെ ദിവസം, അല്ലെ ശവസംസ്കാര ശുശ്രൂഷ ദിവസം, ശുശ്രൂഷകനും വിശ്വാസികളും രാവിലെ തന്നെ
ആ ഭവനത്തിൽ എത്തി ശുശ്രൂഷകൾ പ്രാർത്ഥിച്ചാരംഭിക്കണം. പാട്ടുകൾ പാടണം, വേദഭാഗങ്ങൾ വായിക്കണം. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ സ്ഥലമൊന്നും പറയത്തില്ല, ഒരു പ്രായമുള്ള മാതാവ് മരിച്ചപ്പോൾ എന്നെ ഒരു പാസ്റ്റർ അടക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, അടക്കാമെന്ന് പറഞ്ഞു. ഒരുപാട് ദൈവാസന്മാരും അവിടെ വന്നു. പക്ഷെ ഏതാ പാസ്റ്റർ, ഏതാ വിശ്വാസി എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഒരു ദൈവാസന്റെ ഇപ്പോൾ ഒരു വേദപുസ്തകം ഞാൻ കണ്ടില്ല. ആരെ കൊണ്ടാ ഞാനൊരു വാക്യം വായിപ്പിക്കുന്നത്? എല്ലാരും റെഡിയായി പ്രസംഗിക്കാൻ നിൽക്കുക. മനസ്സിലായ? ഇന്ന് ബൈബിൾ കൊണ്ടുവരുന്ന ഒരു ആക്ഷേപം പോലെ തോന്നുന്ന ഒരു ന്യൂ ജനറേഷൻ സ്പിരിറ്റ് പലരിലും ഉണ്ട്. ആയുധം നമുക്കറിയാം, ഏത് പണിക്കാരനും അവനവൻ്റെ ഒരു ആയുധമുണ്ട്. നമ്മുടെ പണി സുവിശേഷ വേലയാണ്. സുവിശേഷ വേലക്കാരന്റെ ആയുധം വിശുദ്ധ വേദപുസ്തകമാണ്. നമുക്ക് രണ്ട് പ്രധാന ആയുധമാണുള്ളത്. ഒന്ന് പ്രാർത്ഥന, രണ്ട് തിരുവചനം. സ്തോത്രം. അന്നേരം എങ്കിലും ആ ശുശ്രൂഷകളൊക്കെ നമ്മൾ ഭംഗിയായിട്ട് അവിടെ ചെയ്യുവാൻ തക്കവണ്ണം അവിടെ ആയി തീർന്നു. അന്നേരം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ബൈബിൾ ഉണ്ടെങ്കിലല്ല വായിക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം നമ്മൾ അങ്ങനെ ആകരുത്. മനസ്സിലായ? നമ്മളൊരു ഭവനത്തിൽ ചെന്നാൽ ശുശ്രൂഷയ്ക്ക് ഒരു അവസരം ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും ബൈബിൾ കൊണ്ടുചെല്ലാൻ പറ്റുന്ന ഇടമാണെങ്കിൽ നമ്മളത് കൊണ്ടുചെല്ലണം. മനസ്സിലായോ? ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. അന്നേരം ഭവനത്തിനകത്ത് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് ആദ്യം ഡെഡ് ബോഡി കൊണ്ടുവെക്കണം. ഞാൻ പ്രായോഗിക പരിശീലനമാണ് തരുന്നത്, ദൈവാസന്മാർക്ക് അറിഞ്ഞിരിക്കണം. സ്തോത്രം. ആദ്യം വീട്ടിനകത്താ കൊണ്ടുവെക്കേണ്ടത്, മുറ്റത്തല്ല. അവനവൻ വീടുണ്ടെങ്കിൽ അവനവൻ താമസിക്കുന്ന ഭവനത്തിനകത്ത് ആദ്യം ഡെഡ് ബോഡി കൊണ്ടുവരണം. തുടർന്ന് സ്തോത്രം പാസ്റ്റർ അല്ലെങ്കിൽ സഭാ ശുശ്രൂഷകൻ പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ആ സമയം കാണാനുള്ള അവസരം കൊടുക്കണം. ചില മിനിറ്റുകൾ അവിടെ ആയിരിക്കും. അതിനുശേഷം ആളുകൾ വളർന്നുകൊണ്ടിരിക്കും. ശുശ്രൂഷകളുടെ വിശാലതയിലേക്ക് അടുത്ത് പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പൊതുസമ്മതത്തോടെ, വീട്ടുകാരുടെ അനുവാദത്തോടെ ഡെഡ് ബോഡി എന്ത് ചെയ്യണം? വീട്ടിനകത്തുനിന്ന് ഒരുക്കപ്പെട്ട മുറ്റത്ത് അല്ലെങ്കിൽ പന്തലിലേക്ക്, എവിടാണോ അവിടോട്ട് എന്ത് ചെയ്യണം? കാര്യങ്ങൾ ക്രമീകരിക്കണം. എന്നിട്ട് ബന്ധുമിത്രാദികൾ ഡെഡ് ബോഡിയുടെ സമീപേ ഇരിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകണം. അവിടെ ഇവിടെ പോയിരിക്കുന്നത്. അപ്പം മരിച്ചു കിടക്കുമ്പോ മോന് പിന്നെ വളരെ ദൂരം, അല്ലെങ്കിൽ ഭാര്യ വേറൊരു സ്ഥലത്ത്, പിള്ളേർ വേറൊരു സ്ഥലത്ത്, ഇങ്ങനെ കാക്കി എറിഞ്ഞ കല്ല് പോലെ പോകാതെ അതിനെ വ്യവസ്ഥാപിതമായി അതിൻ്റെ ഡെഡ് ബോഡി അരികെ ഇരിക്കാൻ ഉള്ള ക്രമീകരണങ്ങൾ അറിഞ്ഞിരിക്കണം, അത് ചെയ്തിരിക്കണം. സ്തോത്രം. മാത്രമല്ല ശുശ്രൂഷകന്മാർക്കും അവർക്കുള്ള ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കണം. മനസ്സിലായോ? അവിടെ ആത്മീയ ശുശ്രൂഷയാണ് നടക്കുന്നത്. അവിടെ ദുഃഖത്തിൽ പങ്കുചേരാൻ, പ്രത്യാശയെ ഉണർത്താൻ കർത്താവിന്റെ ദാസന്മാർക്ക് മുഖ്യ സ്ഥാനമുണ്ട്. അവർക്ക് ആ ഇരിപ്പിടങ്ങൾ ദൈവസഭയുടെ നേതൃത്വത്തിൽ ഭവനാംഗങ്ങളുടെ അനുവാദത്തോടെ കാര്യങ്ങൾ ചെയ്യണം. വരുന്നവരെ, പലരാ വരുന്നത്,
വരുന്നവരെ എല്ലാവരും ആത്മീയരൊന്നുമല്ല. മദ്യപാനികൾ ചിലപ്പം വരും, രാഷ്ട്രീയക്കാർ ചിലപ്പം വരും, അയൽവാസികൾ വരും, വിശ്വാസികൾ വരും, ബന്ധുമിത്രാദികൾ വരും, മുൻകോപക്കാർ വരും, സൗമ്യതയുള്ളവർ വരും. ഇങ്ങനെ പല ആംഗിളിൽപ്പെട്ടവരാണ് അവിടെ വരുന്നത്. അവരെയൊക്കെ സ്നേഹത്തോടെയും കരുതലോടെയും നിയന്ത്രിച്ച് ഇരുത്തുവാനും ഡെഡ് ബോഡി കാണിക്കാനും ചിലരെ നേരത്തെ ചുമതലപ്പെടുത്തിയിരിക്കണം. മനസ്സിലായോ? ആ വീട്ടുകാർക്ക് അവരുടെ വേദനയിൽ നിൽക്കുമ്പോൾ ഇതൊന്നും ചെയ്യാൻ ചിലപ്പോൾ ഒത്തൊന്നും വരത്തില്ല. അന്നേരം അതിനെ നേരത്തെ തന്നെ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ചിന്താഗതി അല്ലെ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ തക്കവണ്ണം തയ്യാറായിരിക്കണം. തുടർന്ന് പാടേണ്ട പാട്ട്, പല പാട്ടുകളുണ്ട്. എങ്ങനെ എപ്പോൾ പാടണം എന്നുള്ളതിനെ കുറിച്ച് എല്ലാവർക്കും അറിയണമെന്നില്ല. പിന്നെ നമ്മൾ പാടുന്നത് ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുന്നു. ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുന്നു. സ്നേഹമേറിയിടുമെൻ രക്ഷകൻ സന്നിധൗ, ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. സ്നേഹമേറിയിടുമെൻ രക്ഷകൻ സന്നിധൗ, ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. അല്ലാതെ പറവൂര് ഞാൻ ഇനി അടിമയല്ലെന്നും ജയം ജയം ഹല്ലേലൂയ എന്നുമല്ല പാടേണ്ടത്. എന്തെങ്കിലും ഒരു പാട്ട് പാടുക എന്നുള്ളതല്ല, സമയത്തിനൊത്തു വേണം പാടാൻ. മനസ്സിലായോ? ഞാൻ ഇന്നെന്താണ് ഓർക്കുന്നുണ്ട്, ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ എന്റെയും എന്റെ കുടുംബത്തിന്റെയും സഭയുടെയും ആശംസകൾ ഞാനിവിടെ അറിയിച്ചുകൊള്ളുന്നു. ഒരു ദേവാസം പറഞ്ഞ ആശംസയാണോ, മരിച്ചതിൽ ആശംസയാണോ അറിയിക്കേണ്ടത്? അനുശോചനവും ആശംസയും നമ്മൾ തരംതിരിച്ച് പഠിക്കണം. മനസ്സിലായോ? അതാ പറഞ്ഞത്, വളരെ വിവേകത്തോടും പരിജ്ഞാനത്തോടും കൂടെ ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ് ഫ്യൂണറൽ സെറിമണിയുടെ സമയത്ത് ചെയ്യേണ്ടത്. അതാണ് പറയേണ്ട വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിക്കണം. എന്നിട്ട് ഈ പാട്ട് പാടിയതിനു ശേഷം സ്തോത്രം 90-ാം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കണം. മനസ്സിലായോ? 90-ാം സങ്കീർത്തനം അതാണ് മരണ വീട്ടിൽ വായിക്കുന്ന ഒരു കീർത്തനം. മരണ വീട്ടിൽ വായിക്കുന്ന പല സങ്കീർത്തനമുണ്ട്. 39-ാം സങ്കീർത്തനമുണ്ട്. അല്ലാതെ യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല, പച്ചയായ പുൽപ്പുറങ്ങൾ ഞാൻ അവനെന്നെ കടത്തുന്നു, അതൊന്നും അല്ല വായിക്കേണ്ടി. 90-ാം സങ്കീർത്തനം തന്നെ വായിക്കണം. സ്തോത്രം. അതിനുശേഷം മരിച്ച വ്യക്തിയെ കുറിച്ച് ചില കാര്യങ്ങൾ സഭാ ശുശ്രൂഷകൻ മുഖവരയായി പറയണം. മനസ്സിലായോ? അന്നേരം ഇയാൾ ആരാണ്, ഏത് സഭയിലാണ് കൂടി വരുന്നത്, എങ്ങനാണ് ഇത് സംഭവിച്ചത്, അതിനെക്കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ട് പറയേണ്ടത് ചർച്ചിലെ ശുശ്രൂഷകനാണ്. എന്നോട് ആരും പറഞ്ഞില്ലല്ലോ അത് പറയാൻ പറഞ്ഞ് മാറി നിൽക്കുകയല്ല. മനസ്സിലായോ? സഭാ ശുശ്രൂഷയുടെ ഭയങ്കര ഉത്തരവാദിത്വം ഉണ്ടെന്നേ. അതാരും പറഞ്ഞു തരേണ്ട കാര്യമല്ല. നമ്മൾ കാര്യങ്ങൾ ഗ്രഹിച്ച് നമ്മൾ ആ ലീഡർഷിപ്പ് ഏറ്റെടുക്കുകയാണ്. സഭാ ശുശ്രൂഷകൻ തന്നെ ആയിരിക്കണം അന്നത്തെ ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം കൊടുക്കേണ്ടത്. ഇൻ കേസ് ചില സന്ദർഭങ്ങളിൽ
ദുഃഖത്തിന്റെയും വേദനയുടെയും ഒക്കെ ആഴം കൊണ്ട് ചിലപ്പോൾ പറ്റാതെ വന്നാൽ ആ ദേവദാസന്റെ സീനിയറോ അല്ലെ ആ സെൻട്രലിൽപ്പെട്ട ദേവദാസനെയോ ഒക്കെ ചുമതലപ്പെടുത്തി ആ ശുശ്രൂഷകൾ ചെയ്യാം. ഉത്തരവാദിത്വം അവിടുത്തെ ലോക്കൽ സഭാ ശുശ്രൂഷകന് തന്നെ ആയിരിക്കും. അവിടെ അനേകര് കടന്നു വരും. എല്ലാവർക്കും ഒന്നും പ്രസംഗിക്കാനോ അനുശോചനം പറയാനോ പ്രാർത്ഥിക്കാനോ പാട്ടുപാടാനോ ഒന്നും അവസരങ്ങൾ ഉണ്ടാകുകയില്ല. സാധാരണ പാട്ട് ഇപ്പോൾ കൊയറാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ദേവാസന്മാരുടെ നേതൃത്വത്തിൽ അവർ പറയുമ്പോൾ അവർ അത് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അന്നേരം എങ്കിലും സഭയെ സെന്ററിനെ പ്രതികരിച്ച്, സഭയെ പ്രതിനിധീകരിച്ച്, അയൽവാസികളെ പ്രതിനിധീകരിച്ച്, ചിലപ്പോൾ പഞ്ചായത്തിനെ പ്രതികരിച്ച്, രാഷ്ട്രീയ നേതാക്കന്മാർ, അങ്ങനെ പല കാര്യം നമുക്കറിയാമല്ലോ. പിന്നെ വിവിധ സഭാ വിഭാഗത്തിൽപ്പെട്ടവരെ, നാമധേയ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ, ഇങ്ങനെ പല ആളുകൾ വരും. അന്നേരം അത് അവരെയൊക്കെ നമ്മൾ മനസ്സിലാക്കി അവർക്കൊക്കെ ആ വേദനയിൽ പങ്കുകൊള്ളാൻ സമയത്തിന്റെ പരിമിതി അനുസരിച്ചുള്ള അവസരങ്ങൾ കൊടുക്കണം. മനസ്സിലായോ? സമയം വളരെ കൃത്യമായി പാലിക്കുവാൻ എല്ലാവരും തയ്യാറാകുകയും ചെയ്യണം. അതനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. മനസ്സിലായോ? അങ്ങനെ ചുരുക്കം ചിലർക്ക് 1-2 മിനിറ്റുകൾ സംസാരിക്കും. ഒത്തിരി വരുന്നവർക്കെല്ലാം ഇങ്ങനെ മണിക്കൂർ കണക്കിന് സമയമൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. 1 മിനിറ്റ്, 2 മിനിറ്റ്, മാക്സിമം 3 മിനിറ്റ് ഒക്കെ വാക്കുകൾ പറഞ്ഞ് അനുശോചനം പറഞ്ഞ് എന്ത് ചെയ്യാം. കാരണം വലിയ വലിയ വിഐപികളും സമൂഹത്തിലെ ഉന്നതരും ഒക്കെ വരെങ്കിൽ ഒരുപാട് അങ്ങനത്തെ സമയം കിട്ടത്തില്ല. അങ്ങനെ സമയോചിതമായി ചില പാട്ടുകൾ ഇടയ്ക്ക് പാടുകയും ചെയ്യണം. മനുഷ്യരല്ലേ, ലീഡ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ക്ഷീണം വരാം. സാഹചര്യങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും പറയാനോ എടുക്കാനോ ചിന്തിക്കാനോ ഒക്കെ ഉള്ള ചില ആവശ്യം വരും. അന്നൊക്കെ ഓരോ പാട്ട് ഇടാവും. രംഗം സ്റ്റോപ്പ് ആകാൻ പാടില്ല. മനസ്സിലായോ? ശുശ്രൂഷ വേളയിൽ ശുശ്രൂഷകളൊന്നും തടസ്സം കൂടാതെ നടന്നുകൊണ്ടേയിരിക്കണം. അത് ദേവാസന്റെ പ്രത്യേക ചുമതലയിൽപ്പെട്ട കാര്യമാണ് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. ദൈവസ്തോത്രം. അനുശോചനത്തിന്റെ ഒക്കെ അവസാനം, ചിലരൊന്നും അനുശോചനമൊന്നും താല്പര്യപ്പെടാത്ത സഭകളൊക്കെ ഉണ്ട്, കുടുംബങ്ങളുണ്ട്. അതൊക്കെ അവരുടെ വ്യക്തിപരമായ വിഷയം. അത് എല്ലാവർക്കും ഒന്നും അറിയണമെന്നില്ലല്ലോ. പക്ഷെ അനുശോചനത്തിന്റെ അവസാനം സഭയുടെ പ്രധാന വ്യക്തിക്ക്, ആ വ്യക്തി എവിടാണോ കൂടിയത്, എവിടാണോ ആരാധിച്ചത്, ആ വ്യക്തിക്ക് അല്പം സമയം കൊടുക്കണം. മനസ്സിലായോ? അതിനുശേഷം ഒടുവിലത്തെ ഭാഗത്തേക്ക് വരിക. അതിനുശേഷം ഭവനത്തിലെ അംഗങ്ങൾക്ക് സമയം വേർതിരിക്കണം. ഭവനാംഗങ്ങൾക്ക് സമയം വേർതിരിക്കണം. ഭവനാംഗങ്ങൾക്ക് ആദ്യമല്ല സമയം കൊടുക്കുന്നത്. ആ മരിച്ച വ്യക്തിയുമായി വളരെ ക്ലോസ് ആയിട്ടുള്ള ആ വീട്ടുകാർക്ക് ഒടുവിലാണ് സമയങ്ങൾ വേർതിരിക്കേണ്ടത്. പിന്നെ നന്ദി പറയാൻ കുടുംബത്തിലെ പ്രധാന അംഗത്തോട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ക്രമീകരിക്കണം. ആ വ്യക്തിക്ക് സമയം കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ദൈവദാസന്മാരിൽ 1-2 പേര്, പല ദാസന്മാർ കാണുമല്ലോ, ചിലർക്ക് ആശംസ പറഞ്ഞ ഓരോ വാക്ക് പറഞ്ഞു പോകും. പക്ഷെ എല്ലാവർക്കും അങ്ങനല്ല. ഇപ്പം അദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്ന ചർച്ചിലെ സെൻട്രൽ പാസ്റ്ററോ അല്ലെ സഭാ പ്രസിഡന്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേർപെട്ട സഭകളിലെ സമുന്നതരായ ദൈവാസന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ 1-2 ദൈവാസന്മാർക്ക് ഒരു 20-25 മിനിറ്റ് ശുശ്രൂഷയ്ക്ക്, വചന ശുശ്രൂഷയ്ക്ക്, അതായത് മരണത്തെക്കുറിച്ചും മരണാനന്തരാവസ്ഥയെക്കുറിച്ചും ഒക്കെ കാര്യങ്ങൾ പറയാൻ. മറ്റവരൊക്കെ പറഞ്ഞു പോയതൊക്കെ അതെന്തുവാ, അനുശോചനങ്ങളും
പിന്നെ അതുപോലുള്ളതായ കാര്യങ്ങളും അവിടെ ഓർമ്മകളും ഒക്കെയാണ് പറഞ്ഞത്. എന്നാൽ ആധികാരികമായി ദൈവവചനം പറയാൻ 1-2 ദൈവാസന്മാരെ ചുമതലപ്പെടുത്തണം, അവർക്ക് അവസരം കൊടുക്കണം. അതിനെ ശുശ്രൂഷിക്കുന്ന ദൈവാസന്മാര് അധികം സമയമെടുത്ത്, പരിധിയിൽ കവിഞ്ഞ് സമയമെടുത്ത് അന്തരീക്ഷം വഷളാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിലായോ? നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, ഈ പറയുന്ന ഒന്നും എല്ലാവരും ഒന്നും കേൾക്കുകയില്ല. മനസ്സിലായോ? ടൈമിങ് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. പരിധിയിൽ കവിഞ്ഞ് സമയം എടുക്കാൻ പാടില്ല. തുടർന്ന് ഭവനത്തിലെ ശുശ്രൂഷയുടെ സമാപനത്തിൽ പ്രത്യേകം ക്ഷണിച്ചു വരുത്തിയ ശുശ്രൂഷകന് അവസരം നൽകണം. നമുക്കറിയാം, ഒരു പ്രധാന ദൈവാസനുണ്ട്, അദ്ദേഹമായിരിക്കും പിന്നെന്താ അടക്ക ശുശ്രൂഷയൊക്കെ ചെയ്യുന്നത്. അദ്ദേഹത്തിന് അവസരം നൽകണം. അന്നേരം ദൈവദാസൻ ശുശ്രൂഷിക്കുന്ന തൊട്ട് മുമ്പ് പാടേണ്ടത്, ഞാനിപ്പോ ആദ്യം ഒരു പാട്ട് പറഞ്ഞു, നമ്മൾ ആദ്യം ആശ്വാസമേ എനിക്കേറെ, അത് ആ പാട്ട് നമ്മൾ എന്ത് ചെയ്യണം, വീടിന്റെ പുറത്ത് ഡെഡ് ബോഡി വെക്കുന്ന സമയത്ത് പാടേണ്ട ഒരു പാട്ടാണ്. പിന്നെ രണ്ടാമത് മെയിൻ, പല പാട്ടുകളിടയ്ക്ക് പാടും, എന്നാലും അറിഞ്ഞിരിക്കേണ്ട കാര്യം പറയാണ്, മെയിൻ ശുശ്രൂഷകൻ ഒടുവിൽ വചനം ശുശ്രൂഷിക്കുന്നതിന് മുമ്പ് പാടേണ്ട പാട്ടാണ് കത്രികാകളം യുഗാന്ത്യ കാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിന്നാൾ പാർത്തലേ രക്ഷാപ്പെട്ടോരക്കേറെ കൂടി ആകാശി പേർ വിളിക്കും നേരം കാണും എൻ പേരും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. ആ പാട്ട് പാടിയിരിക്കണം. സ്തോത്രം. പ്രധാന ശുശ്രൂഷകന്റെ വചന ശുശ്രൂഷയ്ക്ക് ശേഷം, ഭവനത്തിലെ ഏറ്റവും ഒടുവിലത്തെ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. പ്രധാന ശുശ്രൂഷകന്റെ വചന ശുശ്രൂഷയ്ക്ക് ശേഷം മൃതദേഹം ഇനിയും കാണാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായി അല്പസമയം കൂടി നൽകണം. അത് വളരെ അത്യാവശ്യമാണ്. ആരും ഡെഡ് ബോഡി കാണാതെ മടങ്ങിപ്പോകാനിട വരരുത്. അത് വീട്ടിലാണെങ്കിലും സെമിട്രിയിലാണെങ്കിലും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ സമയത്തിനകത്ത് ചിലപ്പോൾ 1-2 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസങ്ങൾ വരാം, എങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കണം. അതിനുശേഷം പ്രായമുള്ള ദേവദാസനെ കൊണ്ട് പ്രാർത്ഥിച്ച് ആശ്വാസം പറയണം. അപ്പോൾ 28 വയസ്സുള്ള ഒരു പാസ്റ്ററാണ് സഭാ ശുശ്രൂഷകനെങ്കിൽ പ്രായമുള്ള 70, 80, 60 ഒക്കെ പ്രായമുള്ള ദൈവാസന്മാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ സീനിയോറിറ്റി നോക്കിയിട്ട് പ്രായമുള്ള ദൈവാസനെ കൊണ്ട് എന്ത് ചെയ്യണം, പ്രാർത്ഥിപ്പിച്ച് ആശ്വാസം പറയണം. മനസ്സിലായോ? മൃതദേഹം എടുക്കുന്നതിന് മുമ്പ് ഭൗതിക ശരീരത്തോട് അവസാനമായി യാത്ര പറയുന്നതിനുള്ള അവസരവും ഫോട്ടോ എടുക്കാനുള്ള സന്ദർഭവും നൽകിയിരിക്കണം. മനസ്സിലായോ? ഭവനത്തിലെ ശുശ്രൂഷകൾ അവസാനിക്കുകയാണ്. ആ സമയത്ത് ഭൗതിക ശരീരത്തോട് അവസാനമായി യാത്ര പറയാൻ ചിലപ്പോൾ എല്ലാവർക്കും സെമിട്രി പോകാൻ ഒത്തൊന്നും വരത്തില്ല. വീടിനകത്തുള്ള ചില പ്രായമുള്ളവർക്കോ അല്ലെങ്കിൽ രോഗികൾക്കോ അതുപോലെ ബുദ്ധിമുട്ടുള്ളവർക്കോ ഒന്നും സെമിട്രിയിലോട്ട് പോകാൻ പറ്റത്തില്ല. അന്നേരം അവർക്കൊക്കെ ഭൗതിക ശരീരത്തോട് അവസാനമായി യാത്ര പറയാനുള്ള അവസരവും ഫോട്ടോ എടുക്കാനുള്ള അവസരവും ഒക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും. തുടർന്ന്
കൂടി വന്നിരിക്കുന്നവരെല്ലാവരും സെമിത്തേരിയിലെ ശുശ്രൂഷയ്ക്ക് സഹകരിപ്പാൻ ദൈവദാസൻ ആഹ്വാനം ചെയ്യണം. അവിടെ എത്ര പേര് വരും വരത്തില്ല അത് അവരോട് തീരുമാനിച്ചാൽ മതി. പക്ഷെ ദൈവദാസൻ പറയുമ്പോൾ സെമിത്തേരിയിലെ ശുശ്രൂഷയ്ക്ക് എല്ലാവരും വന്ന് സഹകരിക്കണമെന്ന് പറയാനുള്ള ബാധ്യത ആ സഭാ ശുശ്രൂഷകരുണ്ട്. വരണോ വേണ്ട എന്ന് അവർ അവിടെ കൂടി നിൽക്കുന്നവർ തീരുമാനിക്കും. എങ്കിലും ഒത്തിരി പേരൊന്നും പോകാറില്ല. അതുമായി ബന്ധപ്പെട്ടവർ, ചുമതലപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, പിന്നെ ഭവനത്തിൽ വരാൻ കഴിയാത്തവർ, ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് എന്ത് ചെയ്യുന്നത്, സെമിറ്റേറിയിൽ വരുന്നതും പിന്നെ അന്ത്യോപചാരം അർപ്പിക്കുന്നതും ഒക്കെ. മനസ്സിലായോ? എന്നിട്ട് എങ്ങനെ ആണ് ഭവനത്തിൽ നിന്ന്, ഞാനെല്ലാം ഈ പ്രാക്ടിക്കൽ സൈഡാ പറയുന്നത് കേട്ടോ, ഭവനത്തിൽ നിന്ന് സെമിറ്ററിയിലേക്ക് പോകാനുള്ള ക്രമീകരണം എങ്ങനാണെന്നുള്ളതും ദൈവദാസൻ പ്രസ്താവിക്കണം. റൂട്ട്, എല്ലാവർക്കും റൂട്ട് അറിയത്തില്ല. മനസ്സിലായോ? സെമിറ്ററി എവിടാന്ന് അറിയത്തില്ല. അന്നേരം ഇന്ന വണ്ടിയുടെ പുറകെ പോയാൽ മതി, അല്ല ഇന്ന വണ്ടിയെ കയറണം, അല്ല ഇന്ന വഴിയിൽ കൂടെ പോകണം എന്നൊക്കെ പറയാന് യാത്രാ ക്രമീകരണം സഭാ ശുശ്രൂഷകൻ അറിയിച്ചിരിക്കണം. ആ സമയത്ത് വീട്ടിൽ നിന്ന് സെമിത്തേരിയിലേക്ക് പോകുമ്പോൾ പാടേണ്ട പാട്ടാണ് സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ബന്ധപ്പെട്ടു ഇടുന്നു. ഞാൻ 3 പ്രധാനപ്പെട്ട പാട്ട് പാടി പറഞ്ഞു. ഒന്ന്, ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു. അത് ഡെഡ് ബോഡി ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന് പുറത്ത് മുറ്റത്ത് എല്ലാവർക്കും കാണത്തക്കവണ്ണം വെക്കുമ്പോൾ പാടുന്ന ആദ്യത്തെ പാട്ട്. അതിനിടയ്ക്കൊക്കെ വേറെ പാട്ടുകളുണ്ട്, അതൊക്കെ പാടിക്കൂ. സ്തോത്രം. പിന്നെ പ്രധാനപ്പെട്ട ശുശ്രൂഷകൻ പ്രസംഗിക്കുന്നതിന് തൊട്ട് മുമ്പ് പാടേണ്ട കർത്തൃകാഹളം യുഗാന്തി കാലത്തുള്ള പാട്ട്. പിന്നെ വീട്ടിലെ ശുശ്രൂഷ സമാപിച്ച് സെമിറ്ററിയിലേക്ക് പോകുമ്പോൾ പാടേണ്ട പാട്ട് സമയമാം വിധത്തിൽ. ഈ പാട്ടുകൾ ശ്രദ്ധിച്ചാട്ട്. സ്തോത്രം. അങ്ങനെ ഇനി അതുകൊണ്ട് അവിടം വരെ ഒന്നാമത്തെ പാട്ട് കഴിഞ്ഞു. പൂർണ്ണ സെറമണിയുടെ ആദ്യത്തെ പാട്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ടാണ് സെമിത്തേരിയിലെ ശുശ്രൂഷ. മൃതശരീരം സെമിത്തേരിയിൽ കൊണ്ടുവന്നതിന് ശേഷം ബന്ധപ്പെട്ട എല്ലാവരും എത്തിയോ എന്ന് ഉറപ്പുവരുത്തണം. മനസ്സിലായോ? ചിലപ്പോൾ ആരെങ്കിലും 5 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ എടുക്കുമായിരിക്കും. ഇവരെ വളരെ ദൂരത്തുനിന്ന് വരികയാണ്. അന്നേരം ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്യണം. മനസ്സിലായോ? അവരെ കൂടെ കാണിക്കാതെ ഡെഡ് ബോഡി മറവ് ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം മൃതദേഹം സെമിത്തേരിയിൽ കൊണ്ടുവന്നതിന് ശേഷം ബന്ധപ്പെട്ട എല്ലാവരും എത്തിയോ എന്ന് ഉറപ്പുവരുത്തണം. അതാണ് ആദ്യത്തെ കാര്യം. അങ്ങനെ എല്ലാവരും എത്തി എന്ന് ഉറപ്പ് കിട്ടിയാൽ തുടർന്ന് 90-ാം സങ്കീർത്തനം വീട്ടിൽ വായിച്ചത് അവിടെ നിൽക്കട്ടെ. 90-ാം സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി വായിക്കണം. ഭവനത്തിൽ വാക്യപ്രതി വാക്യമായിട്ടല്ല വായിച്ചത്, സെമിത്തേരിയിൽ വാക്യപ്രതി വാക്യമായിട്ട്. ചിലർ ചിന്തിക്കുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞാല് ഡെഡ് ബോഡി അടക്കാൻ പറ്റത്തുള്ളൂ. ഒന്നും പറഞ്ഞില്ലെങ്കിലും അടക്കാൻ പറ്റും, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പൗലോസ് പറയുന്നു സകലവും ക്രമവും ഉചിതമായിരിക്കട്ടെ. ഈ പറഞ്ഞ പാട്ട് പാടിയില്ലേലും അടക്കാം, വേദോസം വായിച്ചില്ലേലും അടക്കാം, അല്ലേ? പക്ഷെ ഭംഗിയായ ഒരു ശുശ്രൂഷയുണ്ട്, അതിനുവേണ്ടിയായി പറയുന്നു. 90-ാം സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി വായിക്കുക. തുടർന്ന് കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ എന്ന പാട്ട്
സെമിത്തേരിയിലും പാടണം. അതിനുശേഷം പ്രധാന ശുശ്രൂഷകൻ, ഈ ഡെഡ് ബോഡി അടക്കം ചെയ്യാൻ വന്നിരിക്കുന്ന പ്രധാന ശുശ്രൂഷകർ ചെയ്യാൻ, അന്ത്യശുശ്രൂഷകർ ചെയ്യാൻ സഭാ ശുശ്രൂഷകൻ കർത്താവിന്റെ ദാസനെ ചുമതലപ്പെടുത്തണം, ക്ഷണിക്കണം. ആ സമയത്ത് പ്രധാന ദേവദാസൻ ഒരു ഷോർട്ട് മെസ്സേജ്, ഒരുപാട് നേരം ഒന്നും സെമിട്രി ചൂട് സമയത്തൊന്നും നിൽക്കാൻ പറ്റത്തില്ല. ചൂട് സമയത്തോ മഴ സമയത്തോ നമുക്കറിയാമല്ലോ, വീട്ടിൽ ഒരുപാട് സമയം ചെലവഴിച്ചിട്ടാണ് പലരും അവിടെ വന്നിരിക്കുന്നത്. ഒരു ഷോർട്ട് മെസ്സേജ് കൊടുക്കണം. ആ സമയത്ത് മെസ്സേജ് കഴിഞ്ഞിട്ട് ഒരു 3 പ്രധാന വേദഭാഗങ്ങൾ ദൈവദാസന്മാരെ കൊണ്ട് വായിപ്പിക്കണം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24 മുതൽ 29 വരെയും, യോഹന്നാൻ 5-ന്റെ 24 മുതൽ 29 വായിക്കണ്ട. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 12 മുതൽ 26 വരെയും, 1 കൊരിന്ത്യർ 15-ന്റെ 12 മുതൽ 26 വരെയും, വേറൊരു ദേവദാസൻ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 35 മുതൽ 58 വരെയുള്ള വേദഭാഗങ്ങൾ എന്ത് ചെയ്യണം? വായിപ്പിക്കണം. തുടർന്ന് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പ്രധാന ശുശ്രൂഷകൻ തന്നെ വായിക്കണം. അല്ലെങ്കിൽ ഡെഡ് ബോഡി അടക്കാൻ വന്ന പ്രധാനപ്പെട്ട ശുശ്രൂഷകൻ ആ വേദഭാഗം വായിച്ച് അതിന്റെ അർത്ഥം ചുരുക്കത്തിൽ പറഞ്ഞ് ആ ശുശ്രൂഷ അവിടെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ 1 തെസ്സലോനി 4-ന്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് അതിനെക്കുറിച്ചൊരു ലഘു വിവരണങ്ങൾ നടത്തും. തുടർന്ന് ഒരു പാട്ടൂടെ പാടേണ്ടി വരും. കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവാദൂത. ആ പാട്ട് നമുക്കറിയാവുന്ന പാട്ടാണല്ലോ. ആ പാട്ടുകൂടെ പാടി കൊണ്ടിരിക്കുന്ന സമയത്ത് ഭവനാംഗങ്ങൾ ഡെഡ് ബോഡിയോടെ അന്ത്യയാത്ര പറയുകയാണ്. അതിനുള്ള അവസരം ലാസ്റ്റാണ്. തുടർന്ന് ഭവനത്തിലെ ചുമതലപ്പെട്ടയാൾ മൃതദേഹത്തിന്മേലുള്ള തുണി വലിച്ച് മുഖം മൂടണം. അങ്ങനെ പെട്ടി അടച്ച് കുഴിയിലാണെങ്കിൽ കുഴിയിൽ, സെല്ലിലാണെങ്കിൽ സെല്ലിൽ വെക്കുക. തുടർന്ന് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഒരാളെ കൊണ്ട് വായിപ്പിക്കണം. തുടർന്ന് വിശുദ്ധന്മാരുടെ പ്രത്യാശയെ ഉണർത്തുന്ന ചില വാക്കുകൾ സമാപനമായി പ്രസ്താവിച്ചിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ അവസാനത്തിൽ ഞങ്ങളുടെ വാത്സല്യ മാതാവ്, അല്ലെ പിതാവ്, സഹോദരി, സഹോദരൻ, പൈതൽ ആരാണോ ആ വ്യക്തിയെ പരാമർശിച്ചിട്ട് പുനരുത്ഥാനം പ്രാപിച്ച് അക്ഷയരായി പ്രതിഫലം കൈപ്പറ്റുന്നതിനായി കർത്താവിന്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലും എന്ന പ്രത്യാശയോടെ ഞങ്ങൾ ഈ ഭൗതിക ശരീരം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും
നാമത്തിൽ ഭൂമിക്ക് ദാനം ചെയ്യുന്നു എന്ന് പറയണം. ഒരു പിടി മണ്ണ് മൃതശരീരത്തിൽ വിതറിക്കൊണ്ട് തുടർന്ന് പറയണം, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് മടങ്ങിച്ചേരും. നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും എന്ന പ്രത്യാശയോടെ ഈ ഭൗമിക ശരീരം ഇവിടെ സംസ്കരിച്ചു കൊള്ളുന്നു. ഇത്രയും കാര്യം പറയണം. പിന്നെ ഇടയ്ക്ക് കുറെ കാര്യങ്ങളൊക്കെ ദേവാസന്മാർ പറയാറുണ്ട്. അത് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. അതാത് ദേവാസന്മാരുടെ പ്രാഗൽഭ്യവും പക്വതയും ഒക്കെ അനുസരിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ പറയാം. ഇതാണ് മനുഷ്യ നിന്റെ അവസ്ഥയെങ്കിൽ നീ ധനത്തിൽ പ്രശംസിക്കുന്നത്, ഇതാണ് നിന്റെ അവസ്ഥയെങ്കിൽ നീ വിദ്യാഭ്യാസത്തിൽ പ്രശംസിക്കുന്നത്, ഇങ്ങനെ എന്ത് ചെയ്യാം, പല കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനതൊന്നും ഇപ്പോൾ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. അന്നേരം അങ്ങനെ ഈ ഭൗമിക ശരീരം ഇവിടെ സംസ്കരിച്ചു കൊള്ളുന്നു എന്ന് പറയുമ്പോൾ ഒരു പാട്ട് പാടേണ്ടി വരും. മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ, മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ. സമയത്തിന്റെ പരിമിതിയോട് ഞാൻ അതെല്ലാം പാടുന്നില്ല. സ്തോത്രം. ഈ പാട്ട് പാടിക്കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ശുശ്രൂഷ അവസാനിപ്പിക്കണം. മനസ്സിലായോ? അന്നേരം ഏതാണ്ടൊരു പിക്ചർ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്തോത്രം. സഭാശുശ്രൂഷകന്മാർ അവിടെ ഇനി ഞാൻ ഒരു 10 കാര്യം പെട്ടെന്ന് പറയും. അത് സഭാശുശ്രൂഷകന്മാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞ് ഈ ക്ലാസ് അവസാനിപ്പിക്കുക. 1, ഫ്യൂണറൽ സെറമണിയുടെ പൂർണ്ണ ഉത്തരവാദിത്വവും ശുശ്രൂഷയും സഭാശുശ്രൂഷനുള്ളതാണ്. മനസ്സിലായോ? അത് കാരണം എന്ത് പാളിച്ച വന്നാലും ചോദ്യം വരുന്നത് സഭാശുശ്രൂഷകനോടായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും ദൈവകൃപയോടും ജ്ഞാനത്തോടും കൂടെ ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ആ ശുശ്രൂഷകൾ. മനസ്സിലായോ? അതുകൊണ്ട് ഉത്തരവാദിത്വം സഭാശുശ്രൂഷകന്. 2, ഫ്യൂണറൽ ടൈമും തീയതിയും സ്ഥലവും പിന്നെ പ്രധാനപ്പെട്ട ദൈവദാസന്മാരുടെ സമയം എന്നീ കാര്യങ്ങളെല്ലാം ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ ഭവനത്തിലുള്ളവരും സഭയുടെ പ്രതിനിധികളും തമ്മിൽ ആലോചിച്ച് തീരുമാനിക്കണം. 3, നിശ്ചയിച്ച സമയത്തിനുള്ളിൽ ശുശ്രൂഷകൾ അവസാനിപ്പിക്കണം. പലയിടത്തും അത് പറ്റാതെ വന്നിട്ടുണ്ട്. എന്നാൽ അത് നിർബന്ധമായി എന്ത് ചെയ്യണം? അത് സമയം പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. കാരണം എന്നാന്നറിയാമോ? ഒറ്റ ദിവസത്തേക്കൊക്കെ വിദേശത്തു നിന്ന് പിന്നെ ഡെഡ് ബോഡി കാണാൻ വരുന്നവരുണ്ട്. അവർക്ക് ചിലപ്പോൾ വൈകിട്ടായിരിക്കും ഫ്ലൈറ്റ്. അവർ ചോദിക്കും, സമയമൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവർ വരുന്നത്. അതനുസരിച്ച് അന്നേരം ഫ്ലൈറ്റ് പോയി കഴിയുന്നിടം വരെയും ഇത് ശിശുവെ വലിച്ചു നിർത്തിക്കൊണ്ട് പോകല്ലേ. ട്രെയിൻ പോയി കഴിയുന്നിടം വരെയും ശിശുവെ വലിച്ചു നിർത്തിക്കൊണ്ട് പോകല്ലേ. അന്നേരം ടൈം വളരെ അത്യന്താപേക്ഷിതമായിരിക്കും. മനസ്സിലായോ? ഓക്കെ. 4, ഡെഡ് ബോഡിയുടെ ഏറ്റവും അടുത്ത മരിച്ച ബന്ധുക്കളുടെ ഇരിപ്പിടം ക്രമീകരിക്കണം. മനസ്സിലായോ? ഇനി 5, മൃതശരീരത്തിന്റെ മുഖവും അപ്പോൾ തന്നെ വരുന്ന മറ്റുള്ളവരുടെ മുഖവും മറ്റുള്ളവരുടെ കാണത്തക്ക നിലയിൽ വേണം ശുശ്രൂഷകന്മാരുടെ ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കാൻ.
സ്റ്റേജിലിരിക്കുന്ന ദൈവദാസന്മാർക്ക് മരിച്ചയാളുടെ മുഖം കാണണം, വരുന്നവരെ കാണണം. മനസ്സിലായോ? അതിനുള്ള നിലയിൽ വേണം അത് സെറ്റ് ചെയ്യാൻ. ഇനിയും പറയുന്ന കാര്യം വളരെ ശ്രദ്ധിക്കണം. മരിച്ച വ്യക്തിയുടെ ഗുണവശങ്ങൾ പറയുമ്പോൾ അതിശോക്തിയായിട്ടുള്ള കാര്യങ്ങൾ പറയരുത്. പുള്ളി ആയുസ് ചെയ്യാത്തതും പറയാത്തതുമായ കാര്യങ്ങൾ ഒരു അതിശയത്തിന് വേണ്ടി പറയാൻ പാടില്ല. ഇല്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും പ്രസ്താവിക്കുകയും ചെയ്യരുത്. മരിച്ച വ്യക്തിയുടെ ഗുണവശങ്ങൾ പറയുമ്പോൾ അതിശോക്തിപരമായ കാര്യങ്ങളോ ഇല്ലാത്ത കാര്യങ്ങളോ പ്രസ്താവിക്കരുത്. പിന്നെ അറിയേണ്ട ഒരു വിഷയം, ദോഷവശങ്ങൾ ഒരിക്കലും മരണ വീട്ടിൽ പ്രസ്താവിക്കരുത്. നമ്മുടെ വീട്ടുകാരായി ദൈവസേന പോയ സഹോദരൻ ഭയങ്കര പിശുക്കനായിരുന്നു. എനിക്കൊരു പണ്ടൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ 1000 രൂപ ചോദിച്ചു, അദ്ദേഹം തന്നില്ല. ഇതൊന്നും പറയാനുള്ള വേദിയല്ല ശവസംസ്കാര ശുശ്രൂഷ നടക്കുന്ന സമയം. ദോഷവശങ്ങൾ ഒരിക്കലും മരണ വീട്ടിൽ പ്രസ്താവിക്കരുത്. 8ാമത്തെ കാര്യം, ഡെഡ് ബോഡി വരുമ്പോൾ എല്ലാവർക്കും കണ്ടു പോകാനുള്ള ക്രമീകരണങ്ങൾ ഭവനത്തിൽ ചെയ്യണം. ഒൻപത്, പല മതസ്ഥരും വിശ്വാസികളും വരുന്ന ഇടത്ത് ആരെയും മുറിവേൽപ്പിക്കരുത്. നമുക്കറിയാമല്ലോ, പല പ്രശ്നങ്ങളും കല്യാണ വീട്ടിലും മരണ വീട്ടിലും ഒക്കെയാണ് ഉണ്ടാകുന്നത്. എല്ലാവരും ദൈവമക്കളൊന്നും ആകത്തില്ല. അന്നേരം ആരെയും വിമർശിക്കാനും മുറിവേൽപ്പിക്കാനും പ്രതികാരം വീട്ടാനുള്ള അവസരമല്ല അന്നേ ദിവസം. ലാസ്റ്റ് വൺ, ഡെഡ് ബോഡി മാന്യമായ നിലയിൽ സെമിട്രിയിൽ കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം. ഡെഡ് ബോഡി മാന്യമായ നിലയിൽ സെമിട്രിയിൽ കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം. ഡെഡ് ബോഡിയോട് ഒരിക്കലും അനാദരവ് കാണിക്കില്ല. അത് ഗവൺമെന്റ് റൂള് തന്നെയാണ്. അന്നേരം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ഇനി ദൈവം അനുവദിച്ചാല് അടുത്ത ക്ലാസ് നമുക്ക് പുതുവത്സര പ്രവേശനത്തെ കുറിച്ചുള്ള ക്ലാസ് ആണ്. സ്തോത്രം. അത് നമുക്ക് പഠിക്കാം. ദൈവം സഹായിക്കട്ടെ. ഇപ്പോൾ പ്രിയ ആൻസ്റ്റനും അക്സമോളും ഒരു പാട്ട് പാടും. ആസ്വാദം പറയാതെ നിങ്ങൾ ആരും പോകല്ലേ. അതിനുശേഷം സ്തോത്രം നമ്മുടെ ജോയ് പാസ്റ്റർ പ്രാർത്ഥിച്ച് ആസ്വാദം പറയും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ പ്രിയ ആൻസ്റ്റനെയും അക്സമോളെയും ഞാൻ ക്ഷണിക്കും.